കാം കി രാജനീതി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർമാരോട് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ രാജനീതിക്ക് വേണ്ടിയായിരിക്കുമെന്ന് പറയുന്നു. അതേസമയം ശിശുമാഹൽ ഉയർത്തിക്കൊണ്ടുവന്ന് 2013 ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയെ തല്ലി ഉടയ്ക്കുകയാണ് BJP ചെയ്തത്. പക്ഷേ BJPയുടെ തുടക്കത്തിലുള്ള പ്രചരണം ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. BJP അവരുടെ പ്രചരണത്തിന് ഗിയർ മാറ്റുന്നു. നേരെ യമുനയിലേക്ക് പോകുന്നു. ഭരണത്തിലെ പരാജയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. യമുന വിഷം കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി BJPയുടെ വണ്ടി കൃത്യമായ ദിശയിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നോക്കായിരുന്നു, അതായത് 2014, 2015, 2020 ഈ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് എക്സാക്ട് 54%. 54% അവർക്ക് വോട്ട് പെർസെന്റ് ആയിട്ടുള്ള 2020 നോക്കൂ. അതിന് തൊട്ട് മുമ്പ്, അതായത് 2013 ഹർഷവർദ്ധൻ നേരിയ ലീഡ് നേടുന്ന സമയത്ത്, ആദ്യം ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് 29%. അല്ല, അത് എമർജ് ചെയ്യുന്നേ ഉള്ളൂ. 27 സീറ്റ് നേടി. അപ്പോഴുണ്ട്. ഇത് മാത്രമല്ല, അന്ന് സർക്കാർ ഉണ്ടാക്കി, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കി, 49 ദിവസം സർക്കാർ ഉണ്ടാക്കി. പറ്റാത്തതുകൊണ്ടാണ് ഇറങ്ങിയത്. 29 54 വന്നത്. അവർ വന്നത് അടുത്ത അതായത് 2013 അധികാരത്തിൽ വരുമ്പോൾ 29% 2015 2 വർഷം കൊണ്ട് അവർ 54% അവരുടെ വളർച്ച. എന്നാൽ 5 വർഷത്തിന് ശേഷം വീണ്ടും 54% തന്നെയാണ് അവർ ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് 2000 ഇല്ല, പക്ഷെ അപ്പോഴും അവർക്ക് സീറ്റ് കുറഞ്ഞു. കാരണം വെച്ചാൽ ആദ്യം 2015 67 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുന്നു. 2020 അത് 62 സീറ്റായിട്ട് കുറയുന്നു. 5 സീറ്റിന്റെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? അവർക്ക് കിട്ടിയത് 29% വോട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24%. അപ്പൊ BJP എത്ര കിട്ടിയെന്നറിയോ? 54%. നേരെ തിരിഞ്ഞു. BJP, ഇവിടെ ആം ആദ്മി. അതെ, പക്ഷെ പ്രശ്നം എന്താ അറിയോ? കേന്ദ്രത്തിൽ BJP 7 സീറ്റുകളും തൂത്തുവാരുമ്പം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30%. 30% വ്യത്യാസമുണ്ട്. നോക്കിയേ, 24% ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്, 54% BJP കിട്ടിയത്. പോൾ ഓഫ് പോൾസിന്റെ അഗ്രിഗേറ്റ് പെർസെന്റേജ് നമ്മൾ എടുത്ത് നോക്കിയാൽ വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടുണ്ട്. അത് BJPക്ക് 45.5 എന്ന് പറയുന്ന പോൾ ഓഫ് പോൾസ്. ആം ആദ്മി പാർട്ടിയുടേത് താഴേക്ക് ഇറങ്ങി 43.7. കോൺഗ്രസിന് 8% ഉയർന്നു. 4% വർധനവേ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളൂവെങ്കിലും ചുരുങ്ങിയത് 20-25 സീറ്റുകളിൽ കോൺഗ്രസ് ഡാമേജ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഹരിയാനയ്ക്കുള്ള മറുപടിയാണ്. നോക്കൂ, ഹരിയാനയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്? അവിടെ ആം ആദ്മി പാർട്ടി 3 മുതൽ 4% വരെ വോട്ട് പിടിച്ചു. 3-4% വോട്ട് ആം ആദ്മി പാർട്ടി പിടിക്കുമ്പോൾ ഒറ്റയടിക്ക് 7 സീറ്റിന്റെ 8 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അവിടെ യഥാർത്ഥത്തിൽ. പക്ഷേ ആ സംസ്ഥാനം പോകുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഡാമേജ് ചെയ്തത്. തിരിച്ച് കോൺഗ്രസ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ ഡാമേജ് ചെയ്തിരിക്കുന്നു. രണ്ടിടത്തും അഡ്വാൻറ്റേജ് കിട്ടുകാർക്കാണ്? BJPക്കാണ്. ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയിരിക്കുന്നു. എക്സിറ്റ് പോളിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. നോബൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, ഇപ്പോൾ ആപ്പിന്റെ പ്രതികരണം വരുമ്പോൾ ഏത് നേതാവിന്റെ പ്രതികരണമാണ് വരുന്നത്? കേജ്രിവാളിന്റെ പ്രതികരണം തന്നെയാണോ? പ്രതി ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണമായാണ് ഇപ്പോൾ പ്രതികരണം പുറത്തേക്ക് വന്നിരിക്കുന്നത്. എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ തള്ളിപ്പറയുന്നു. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾ അല്ല എന്നാണ് ആം ആദ്മിയുടെ ഒരു വിശദീകരണം. പക്ഷേ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഒന്നും ആദ്യഘട്ടം മുതൽ തന്നെ ശുഭകരമായിരുന്നില്ല എന്ന് എടുത്തു പറയണം. കാരണം ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസും BJPയും ആം ആദ്മിക്കെതിരെ നിരന്തരം ആയുധമായി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ദില്ലിയിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാവിലെ ആളുകൾ പൈപ്പ് തുറക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നത് മലിനമായ ജലം ആയിരുന്നു എന്നുള്ളതാണ്. നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അത് മാത്രമല്ല, യമുനയിലെ മലിനീകരണം നേരിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ മദ്യനയ അഴിമതി അടക്കമുള്ള വിഷയങ്ങളിൽ ജയിലിൽ പോകുന്നു. രാഷ്ട്രീയ വേട്ടയാടൽ എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം അതിൽ ഒരു സത്യമുണ്ട് എന്ന് ജനങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിശ്വസിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയെ കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള പ്രചരണം എന്താണെങ്കിൽ നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ റാലിയിൽ ഒരുപക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് വേണം പറയാൻ. കാരണം BJP ഉയർത്തിയ ആരോപണങ്ങളെ അതേപടി തന്നെ കോൺഗ്രസ് എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മോടി പിടിപ്പിച്ച നോബൽ, രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസാണ് മദ്യനയ അഴിമതി കേസ്.
ഇതേ മദ്യന അഴിമതി കേസിൽ സഞ്ജയ് സിംഗ് അറസ്റ്റിലായപ്പോൾ സഞ്ജയ് സിംഗിന്റെ വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ആക്രമണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് കൃത്യമായി തന്നെ കണക്കൂട്ടിയിരുന്നു. കാരണം ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ പോലും കോൺഗ്രസിൽ ഒരു സീറ്റ് പ്രവചിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പോലും കെട്ടിവെച്ച കാശ് പോലും മേടിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് അവശേഷിച്ച ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന എക്സിറ്റ് പോളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്വാഭാവികമായും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കൃത്യമായി പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ ഇന്ന് വലിയ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ദില്ലിയിൽ കലാപമുണ്ടായ സമയത്ത് കോടതി പറഞ്ഞപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ഈ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വീടുകളിൽ എത്തിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തവണ 2019 ആ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വോട്ട് ചെയ്യാൻ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആം ആദ്മി മാത്രമായിരുന്നു. കോൺഗ്രസിന് വിശ്വാസം അവർക്കില്ലായിരുന്നു. സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സാഹചര്യമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കോൺഗ്രസ് സജീവമായി തന്നെ കടന്ന് ആക്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് BJPയുടെ ബി ടീമായി അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആം ആദ്മിക്ക് പാളിച്ചകൾ ഉണ്ടായി എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. അതിലേറ്റവും വലിയ പാളിച്ച ഉണ്ടായത് യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്നുള്ളതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു എന്താണ് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. കഴിഞ്ഞില്ല. അത് മാത്രമല്ല ആ സമയം വെള്ളവുമായി പോയി. പക്ഷേ ആ തെളിവ് ഒരു സർക്കാരാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമാന്യമായി ചിന്തിക്കുന്ന ആൾക്കോ കഴിയാത്തതായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഇവർ പറഞ്ഞ പല വാഗ്ദാനങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യമുനയെ ശുചീകരിച്ച് നന്നായി കൊടുക്കും എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞില്ല. പക്ഷേ ഇത്തരത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്ന ഒരു പടി കടന്നുള്ളൊരു ആക്രമണമായി പോയി. ആ ആക്രമണം വലിയ തരത്തിൽ തിരിച്ചടിയായി. പ്രത്യേകിച്ച് അത് മോദി പിന്നീട് എടുത്ത് വലിയ ആക്രമണം അദ്ദേഹത്തിൻ്റെ റാലിയിൽ നടത്തി. അത് മാത്രമല്ല നയാബ് സിംഗ് സൈനി അടക്കമുള്ള ആളുകൾ ഹരിയാനയിൽ യമുന നദിയിൽ എത്തിക്കൊണ്ട് അവിടെ സ്നാനമല്ല അവിടെ അവർ പ്രാർത്ഥന അടക്കം നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണം നടത്തി. എന്താണെങ്കിലും ആ മേഖലകളിലൊക്കെ വലിയ തരത്തിൽ അത് തിരിച്ചടിയായി എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് കഴിഞ്ഞ തവണ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഹരിയാനയിൽ BJPക്ക് ഉണ്ടായതാണ്. അതിൻ്റെ ഒരു അലയൊലി BJPക്ക് ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഈ ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഉണ്ടായി എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണെങ്കിലും നിലവിൽ ആം ആദ്മിയുടെ മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. പ്രത്യേകിച്ച് ഭരണമുള്ള കാലത്ത് ആം ആദ്മി